ആലപ്പുഴയിലും ഞെട്ടിക്കുന്ന വിവരമുണ്ടായി. ആലപ്പുഴ തുറവൂരിൽ മകൻ അമ്മയുടെ മൃതദേഹം രഹസ്യമായി കുഴിച്ചുമൂടി. കൊലപാതകമെന്ന സംശയത്തിൽ മകൻ ഗിരീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീടിനകത്തെ മുറിയിൽ കുഴിച്ചിട്ട രാധയുടെ മൃതദേഹം ഇന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. മദ്യപാനത്തിനിടെയാണ് അമ്മയെ കുഴിച്ചിട്ട വിവരം ഗിരീഷ് വെളിപ്പെടുത്തിയത്. ശരത്ത് ഇപ്പോൾ സ്ഥലത്തുണ്ട്. ശരത്ത്, എവിടെയാണ് കുഴിച്ചിട്ടത്? ആ പ്രദേശങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ കോർഡൺ ചെയ്തിരിക്കുകയാണോ? കൊലപാതകമെന്നാണോ പോലീസ് സംശയിക്കുന്നത്? അരുൺകുമാർ, അത് തന്നെയാണ് പോലീസിന്റെ പ്രധാന സംശയം. കൊലപാതകമാണ് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ മദ്യപാനിയാണ് മകൻ ഗിരീഷ്. പലപ്പോഴും അമ്മയെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഉപദ്രവിച്ചതിനോടുകൂടി തന്നെ അങ്ങനെ എന്തെങ്കിലും മരണം സംഭവിച്ചതാണോ എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. ഈ കാണുന്ന വീട്ടിലാണ് ഗിരീഷും അമ്മ രാധയും താമസിച്ചിരുന്നത്. വീടിനകത്താണ് ഇത്തരത്തിൽ അമ്മയുടെ മൃതദേഹം മറവ് ചെയ്തത്. വീടിനകത്തെ അടുക്കളയോട് ചേർന്നുള്ള ഈ മുറിയിലാണ്, അതായത് നമുക്കൊരു ജനൽ ഇവിടെ കാണാൻ സാധിക്കും. അതിനോട് ചേർന്നുള്ള മുറിയിലാണ് ഇത്തരത്തിൽ അമ്മയെ കുഴിച്ചു മൂടിയത് എന്നുള്ളതാണ് ഗിരീഷ് പറഞ്ഞത്. ഇന്നലെ ഇത്തരത്തിൽ പോലീസ് ഗിരീഷിനെ ഇവിടെ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ ഇവിടെ ഈ ഗ്രൗട്ടൊക്കെ തന്നെ മാറ്റി മണ്ണ് നീക്കിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഫോറൻസിക് സംഘം കൂടി എത്തിയ ശേഷമായിരിക്കും മൃതദേഹം പുറത്തെടുക്കുക. നമുക്കൊപ്പം നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, അത് ശരിക്കും എപ്പോഴാണ് നിങ്ങൾ ഈ വിവരം അറിയുന്നത്? ഞാൻ ഈ സംഭവം അറിയുന്നത് വൈകിട്ട് ഒരു 6:30 എൻ്റെ ഒരു സുഹൃത്ത് പ്രസാദ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇയാളുടെ ഈ ഗിരീഷിൻ്റെ ഭാര്യ വിളിച്ചിങ്ങനെ ഒരു വിവരം പറഞ്ഞു തന്നു, അതിനെപ്പറ്റി ഒന്ന് തിരക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് എൻ്റെ 2 വീലറിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇയാളവിടെ റോഡ് സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. ഞാനപ്പോൾ ഇയാളോട് ചോദിച്ചു, അങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടാണെന്ന് ചോദിച്ചു. ഇപ്പോൾ സംഭവിച്ചു പോയി എന്ന് അയാൾ സമ്മതിക്കുകയാണ് ചെയ്തത്. ഗിരീഷ് അമ്മയെ ഉപദ്രവിക്കാറുള്ള ആളാണ് എന്നാണ് ഇവിടെ പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കുഴിച്ചുമൂടിയ കാര്യം ഗിരീഷ് ആരോട് ആദ്യം പറഞ്ഞത്? അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചിലരോട് പങ്കുവച്ചതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മദ്യപാന സദസ്സിനിടെയാണ്? അതെ അതെ അതെ. നിരന്തരം മദ്യപിക്കുന്ന ആളാണ്? നിരന്തരം മദ്യപിക്കുന്നതാണ്. ഒന്ന് കുഴിച്ചുമൂടിയതാണെന്ന് സംശയം നാട്ടുകാർക്കുണ്ട്. ഒരു കൺഫർമേഷൻ ഇല്ല, നമ്മളത് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പം നിലവിൽ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. എന്താണ് വസ്തുത എന്നുള്ളത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോഴേ അറിയാനായിട്ട് സാധിക്കും. ഗിരീഷ് എന്താണ് വിശദീകരിച്ചത് നിങ്ങളോട്? ഗിരീഷുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോഴും പറഞ്ഞാൽ അയാൾ രാവിലെ 6 മണിയായപ്പോൾ ഭക്ഷണം വാങ്ങി വരുന്ന സമയത്ത് ഇവിടെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ അമ്മ 2-3 തവണ വിളിച്ചിട്ട് അനക്കയില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ മരിച്ചു എന്ന് ഉറപ്പിച്ചിട്ട് ഇയാൾ പോയി ഭാര്യ ഇയാളായിട്ട് അകന്ന് താമസിക്കുകയാണ് 8 വർഷത്തോളമായിട്ട്. അവിടെ ചെന്ന് 2 കുട്ടികളുണ്ട്, അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് കൈക്കോട്ടിയും വാങ്ങിക്കൊണ്ടാണ് വന്നതെന്നാണ് പറയുന്നത്. അവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന ശേഷമാണ് അവരോട് ഇയാൾ പറയുന്നത് ഇങ്ങനെ അമ്മ മരിച്ചു എന്നുള്ളതും ആ പ്രദേശത്തുള്ള ആരെയും അറിയിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ തന്നെ അകത്ത് കുഴിയെടുത്തിട്ട് കുട്ടികളുടെ സഹായത്തോടു കൂടി മൂടിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരെ കുഴിച്ചിടുകയായിരുന്നു, അല്ലെങ്കിൽ ഇരുന്ന പൊസിഷനാണെന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. ഇരിക്കുന്ന രീതിയിലാണ് കുഴിച്ചു മൂടിയിരിക്കുന്നത്. അരുൺകുമാർ, ഈ പറയുന്നത് പോലെ നാട്ടുകാർ പറയുന്നത് ഇന്നലെ 6 മണിയോട് കൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. വൈകിട്ട് മദ്യപാന സദസ്സിലാണ് ഗിരീഷ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. തുടർന്ന് നാട്ടുകാർ ഇക്കാര്യം പോലീസ് അറിയിക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ മരണത്തിന് ശേഷം ഗിരീഷ് ആദ്യം ഭാര്യ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തി മക്കളെ കൂടി കൂട്ടിയ സഹായത്തിൽ അവരെ കൂടി കൊണ്ടുവന്ന് അവരുടെ സഹായത്തോടുകൂടി. എന്തായാലും അത് കൊലപാതകമാണെന്നൊരു സംശയമുണ്ട്. പക്ഷേ നിലവിൽ പോസ്റ്റ്മോർട്ടം വന്നതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ.